ഈ അടുത്ത് നമ്മളൊക്കെ കേട്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് പിടികൂടിയത്. ഓൺലൈൻ വഴിയോ ഡിസ്റ്റൻസ് വഴിയോ യൂണിവേഴ്സിറ്റിയിൽ പോകാതെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം അധികവും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വഴിയോ നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒതന്റിസിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ആ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെയോ അംഗീകാരം ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. കൂടാതെ വർഷം തോറും UGC എന്ത് ചെയ്യാറുണ്ട്, ചില ഫേക്ക് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതുമാത്രമല്ല, ഈ മെഡിക്കൽ, ടെക്നിക്കൽ, ലോ, മാനേജ്മെന്റ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ AICTEയുടേതും NMCയുടേതും അംഗീകാരം ഉണ്ട് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. കോഴ്സ് പൂർത്തിയായതിനു ശേഷം നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതിലൊന്നാണ് ഡിജി ലോക്കർ. ഡിജി ലോക്കറിൽ പല യൂണിവേഴ്സിറ്റീസുകളുടെയും മാർക്ക് ഷീറ്റുകൾ, അതേപോലെ തന്നെ ഫൈനൽ ഡിഗ്രീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഡിജി ലോക്കറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളൊരു സെഷൻ ഉണ്ടാവും. ആ സെഷനിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ മാർക്ക് ഷീറ്റുകളും ഫൈനൽ ഡിഗ്രിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. കൂടാതെ ഈ ഒരു ഡിജിറ്റൽ കോപ്പി എന്ന് പറയുന്നത് ഒറിജിനൽ എന്തായിരിക്കും, തുല്യവുമായിരിക്കും. ഡിജി ലോക്കർ മുഖേനയാണ് നാഷണൽ അക്കാദമിക് ഡെപ്പോസിറ്ററി അഥവാ NADUം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. NAD എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അംഗീകൃത യൂണിവേഴ്സിറ്റീസ് നൽകുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പോലുള്ള സർട്ടിഫിക്കറ്റുകൾ 24/7 ഓൺലൈനായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ വെയർ ഹൗസ് ആണെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. NADൽ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്താം. ഇതോടൊപ്പം തന്നെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അഥവാ ABCID എന്നുള്ളൊരു സംവിധാനം വളരെ പ്രശസ്തമാണ്. നമ്മുടെ ആധാർ ID ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു 12 അക്ക യുണീക്ക് നമ്പറാണ് ഈ ABCID എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന കംപ്ലീറ്റ് ക്രെഡിറ്റും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ABCIDയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ABCID ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിജി ലോക്കർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ABCID ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ABCID കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കുട്ടി പഠിക്കുന്ന എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു സംവിധാനമാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, സനാദ് എന്ന് പറയുന്നത്. സനാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കീഴിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക് ആയിട്ട് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്പോസ്റ്റൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സനാദിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണുള്ളതെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് പോയി അവിടെ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു സെഷൻ ഉണ്ടാവും. അവിടെ നോർമലി നമ്മൾ എൻറോൾമെന്റ് നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും. മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രാറുടെയോ ഓഫീസിലേക്ക് നേരിട്ട് പോവുകയും സർട്ടിഫിക്കറ്റ് എടുത്ത് നമ്മൾ നേരിട്ട് പോവുകയും അവിടെ നിന്ന് ഒരു വെരിഫിക്കേഷൻ ലെറ്റർ വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അവസാനമായി ഈ വലിയ കമ്പനീസൊക്കെ ഈ ചില തേർഡ് പാർട്ടി ഏജൻസീസിന് എന്ത് ചെയ്യാറുണ്ട്, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഏജൻസീസ് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രി ഒറിജിനൽ ആണോ, നമ്മൾ പഠിച്ചിരിക്കുന്നത് നിശ്ചിത കാലയളവിലാണോ, അതുകൂടാതെ നമ്മുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസ് ശരിയാണോ, നമ്മൾ പഠിക്കുമ്പോഴുള്ള യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യും. സോ ഇങ്ങനെയും ചില വെരിഫിക്കേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, യൂറോ ഗൾഫ്, വെസ്, ഓത്ത് ബ്രിഡ്ജ്, ഇതൊക്കെ ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്ന ഏജൻസീസ് ആണ്. സോ ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചിറങ്ങിയ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒറിജിനൽ